സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ രമ്യകം തുടരുന്നു. ഭാഗം 9. അമ്മച്ചിക്ക് ഒരാങ്ങളയേ ഉള്ളൂ. അമ്മാച്ചൻ ഡൽഹിയിലാണ് ആർമി ഓഫീസർ. അവിടെ വെച്ച് മൂത്ത മോളുടെ വിവാഹം റിനിയുടെ അറേഞ്ച് ചെയ്തതും പെട്ടെന്ന്. വരൻ അമേരിക്കയിൽ ഡോക്ടർ. ആലോചന നടപടിയും ഒക്കെ ഒരാഴ്ചയ്ക്കുള്ളിൽ. വിവാഹത്തിന് ചെല്ലാൻ ഡ്രങ്ക് കോളിൽ ക്ഷണം. ഞങ്ങൾ മൂവരും ചെല്ലണം. ഞാൻ ഒഴിഞ്ഞു മാറി. അമ്മച്ചിയും അച്ചായനും പോകാനും ടിക്കറ്റ് ബുക്ക് ചെയ്യാനും വെപ്രാളം. ഞാനും ഓടി നടന്നു. ടിക്കറ്റ് ഓക്കെയായി. ഇരുവരും പറന്നു. ഇനി അവർ തിരികെ വരട്ടെ. സ്വസ്ഥമായിരുന്നു പറയാം. ഞാൻ തീർച്ചയാക്കി. വീട്ടിൽ ഞാനും വേലക്കാരും തനിച്ചായി. ഇടയ്ക്കിടെ വീണ് കിട്ടുന്ന സന്ദർഭങ്ങളിൽ അവളെ ഒന്ന് കണ്ടാലായി. സംസാരിക്കാൻ പറ്റാറില്ല. അച്ചായനും അമ്മച്ചിയും ഇടയ്ക്കിടെ അവിടെ നിന്ന് ഫോൺ ചെയ്തു. റിനിയുടെ കല്യാണം കഴിഞ്ഞു. റിനിയും ഭർത്താവും അമേരിക്കയിലേക്ക് പോയി. അടുത്തയാഴ്ച ഞങ്ങൾ തിരിക്കും. അങ്ങനെയൊക്കെ പോയി മെസ്സേജ്. പോയതിൻ്റെ രണ്ടാമത്തെ ആഴ്ച ഒരു ദിവസം രാവിലെ ഫോൺ വന്നു. ഞങ്ങൾ ഇന്ന് 10:30 തിരിക്കുകയാണ്. നീ എയർപോർട്ടിൽ വരണം. ഞാൻ സന്തോഷിച്ചു. ഉച്ചയ്ക്ക് ശേഷം എയർപോർട്ടിൽ പോയാൽ മതിയല്ലോ. ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തി. കാർ ഒന്ന് കഴുകിയിട്ടു. ഇത്തിരി ചെളി കണ്ടാൽ അച്ചായന് ദേഷ്യമാണ്. മാത്രമല്ല അച്ചായനെ എല്ലാ തരത്തിലും സന്തോഷിപ്പിക്കണം. ഒട്ടും ദേഷ്യപ്പെടുത്താൻ പാടില്ല. കല്യാണക്കാരി അവതരിപ്പിക്കേണ്ടതാണല്ലോ. ഒരു 100 കുറി ഞാൻ സ്വയം റിഹേഴ്സൽ എടുത്തു. എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ പറയണം, എല്ലാ അടവുകളും പ്രയോഗിക്കേണ്ടി വരും. വേണ്ടി വന്നാൽ നിരാഹാരം വരെ. എന്ത് ചെയ്യേണ്ടി വന്നാലും ലക്ഷ്യത്തിലെത്തണം. ഞാൻ ഉറച്ചു. അപ്പോൾ റേഡിയോയിൽ പ്രത്യേക അറിയിപ്പ്. ഇംഗ്ലീഷ് ന്യൂസ്. 10:30 ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും പറന്നു പൊങ്ങിയ വിമാനം തകർന്നു വീണിരിക്കുന്നു. ഏതോ ഭീകരപ്രവർത്തകർ ബോംബ് വെച്ചിരുന്നതാണെന്ന് സംശയിക്കപ്പെട്ടു. പ്ലെയിൻ ക്രാഷ് ചെയ്തത് സിറ്റിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ വനത്തിലാണ്. യാത്രക്കാർ 90% കത്തിക്കരിഞ്ഞ നിലയിൽ കാണപ്പെട്ടിരിക്കുന്നു. യാത്രക്കാരുടെ മൊത്തം പേരുകൾ വായിക്കപ്പെട്ടു. അതിൽ കുളത്തെങ്കിൽ ജോസുകുട്ടി ആൻഡ് മിസ്സിസ് ജോസുകുട്ടി ഫ്രം കേരളയും ഉണ്ടായിരുന്നു. എൻ്റെ അച്ചായനും അമ്മച്ചിയും. അവർ യാത്രക്കാരിൽ 90% കത്തിക്കരിഞ്ഞിട്ടുള്ളൂ. ബാക്കി 10%. പ്രതീക്ഷ എന്നിലുണർന്നു. ഞാൻ ട്രങ്ക് ബുക്ക് ചെയ്തു. STDs പരിശ്രമിച്ചു. അതിനിടയിൽ എനിക്ക് അമ്മാച്ചൻ്റെ കോൾ കിട്ടി. ഉടനെ ഡൽഹിയിലെത്തുക. ഞാനും പറന്നു. ടിക്കറ്റ് ഓക്കെയായി. ഞാൻ ചെല്ലുമ്പോൾ പാതിരാത്രി കഴിഞ്ഞിരുന്നു. 10%-ൽ എൻ്റെ അച്ചായനും അമ്മച്ചിയും ഇല്ലായിരുന്നു. പകരം കത്തിക്കരിഞ്ഞ ശവശരീരങ്ങൾ മാത്രം. കൈയും കാലും ഇല്ലാത്തവ, തലയില്ലാത്തവ, എല്ലാം കരിക്കട്ടകൾ പോലെ. ഇവയിൽ എൻ്റെ അച്ചായനും അമ്മച്ചിയും ഏത്? എന്നോടൊപ്പം കുട്ടിച്ചൻ ചാച്ചനും കുടുംബത്തുള്ള എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ആർക്കും തന്നെ എൻ്റെ അച്ചായൻ്റെയും അമ്മച്ചിയുടെയും ശരീരം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എല്ലാം പൊട്ടിച്ചിതറിയ കരിക്കട്ടകൾ. സ്വന്തമല്ലാത്ത കരിക്കട്ടകൾ എന്തിനു കൊണ്ടുപോരണം? കരയാൻ പോലും ശക്തി കിട്ടാതെ ഞാൻ തളർന്നിരുന്നു. എത്ര പെട്ടെന്നാണ് ഈ ലോകത്തിൽ ഞാൻ അനാഥനായി തീർന്നത്. എൻ്റെ അച്ചായനും അമ്മച്ചിയും എന്നെങ്കിലും മരിക്കേണ്ടവരാണെന്ന് പോലും എനിക്ക് തോന്നിയിരുന്നില്ല. എന്നിട്ടോ ഇത്ര പെട്ടെന്ന്? എല്ലാവരും കൂടി തീരുമാനിച്ചു. ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശവശരീരങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട. എല്ലാ കരിക്കട്ടകളും കൂടി അവിടെ പൊതുവായി സംസ്കരിക്കപ്പെട്ടു. ദുഃഖം ഒട്ടൊന്നൊതുങ്ങാൻ ദിവസങ്ങൾ വേണ്ടി വന്നു. അമ്മാച്ചൻ എന്നെ വിട്ടില്ല. കുട്ടിച്ചൻ ചാച്ചനും കുറച്ചു പേരും പോന്നു. ജേക്കബിനെ എനിക്ക് കൂട്ടിനായി നിർത്തിയിരുന്നു. ഒരുവിധം സമനില വീണ്ടെടുക്കാൻ എനിക്ക് 2 ആഴ്ച വേണ്ടി വന്നു. പിന്നെയും ഒരാഴ്ച കൂടി കഴിഞ്ഞ് ഞാനും ജേക്കബും ഡൽഹിയിൽ നിന്ന് പോകുന്നുള്ളൂ. ഇവിടെ വന്നപാടെ പള്ളിയിൽ അച്ചായനും അമ്മച്ചിക്കും വേണ്ടി പ്രാർത്ഥന നടത്തി. ഫാദർ ആൻ്റണി പുല്ലാന്തറ എന്നെ ആശ്വസിപ്പിച്ചു. ആ ആശ്വസിപ്പിക്കുന്നതിനിടയിലും മറ്റെന്തോ കൂടി പറയാൻ അച്ഛൻ ആഗ്രഹിക്കുന്നതായി എനിക്ക് തോന്നി. എന്തോ അദ്ദേഹം അത് പറഞ്ഞില്ല. അതെന്താണെന്ന് ചികഞ്ഞു ചോദിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. നാട്ടിൽ വന്നതോടെ അനുശോചനം അറിയിക്കാനായി ഒരു കൂട്ടം തന്നെ എത്തി. ആശ്വസിപ്പിക്കൽ ഒരു വശത്ത്. ഒരാഴ്ച കഴിഞ്ഞേ കോടതിയിൽ പോയുള്ളൂ. പിന്നെയും ദിവസങ്ങൾ നീങ്ങി. ആനിയമ്മയെ ഒന്ന് കാണാനായി ആഗ്രഹിച്ചു. എൻ്റെ അച്ചായനും അമ്മച്ചിയുമായിരുന്നു എൻ്റെ മുൻപിൽ അവളെ കെട്ടുന്നതിൽ ഏറ്റവും വലിയ പ്രശ്നം. സങ്കടത്തോടെ ഞാൻ ഓർത്തു, ദൈവം എനിക്ക് വഴി തുറന്നു തന്നതാണോ? ആയിരിക്കണം. അവളുടെ കുടിലിന് മുന്നിലൂടെ പലതവണ കാർ വിട്ടു. അവളുടെ മുഖം ഒരിക്കലും കണ്ടില്ല. എനിക്ക് വിഷമം തോന്നി. നാട്ടിലെല്ലാവരും എനിക്ക് നേരിട്ട ദുരന്തം പറഞ്ഞ് ആശ്വസിപ്പിക്കാനെത്തി. ആനിയമ്മയുടെ ആശ്വാസവാക്ക് എനിക്ക് ആവശ്യമായിരുന്നു. അതുമാത്രം കിട്ടിയില്ല. ഞാൻ മെല്ലെ ഫാദറിനെ സമീപിച്ചു. ഫാദർ, എനിക്ക് ആനിയമ്മയെ കാണണം. ഫാദർ എന്തെങ്കിലും പറഞ്ഞ് ഒരിക്കൽ കൂടി അവളെ എനിക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരണം. ഞാൻ ഫാദറിൻ്റെ കാൽക്കൽ മുട്ടുകുത്തി. അദ്ദേഹം എന്നെ പിടിച്ചെണീപ്പിച്ചു. ആ മുഖം വല്ലാതെ വിങ്ങിയിരുന്നു എന്ന് ഞാൻ അമ്പരപ്പോടെ അറിഞ്ഞു. ഫാദർ മുറിക്കുള്ളിലേക്ക് പോയി. ഞാൻ പള്ളിമേടയിലെ സ്വീകരണ മുറിയിൽ കാത്തിരുന്നു. ഫാദർ പുറത്തു വന്നപ്പോൾ ഒരു കവർ കയ്യിലുണ്ടായിരുന്നു.
അവൾ ഒരു ദിവസം വന്നു. എന്നെ ഏൽപ്പിച്ചതാണ് ഈ കവർ. ഇത് ജോണിച്ചനുള്ളതാണ്. ഞാൻ ആ കവർ വാങ്ങി. കനമുള്ള കവർ. എൻ്റെ ഹൃദയം വല്ലാതെ പിടച്ചു. ഫാദർ വീണ്ടും അകത്തേക്ക് കയറി. ഞാൻ ആ കവർ തുറന്നു. 1-2 പേപ്പർ വലിച്ചെടുത്ത തീയതി നോക്കി. ഒരാഴ്ച മുമ്പ് എഴുതിയത്. വടുവ് കുറഞ്ഞ അവളുടെ കയ്യക്ഷരം കണ്ണീരിൽ വീണുണങ്ങിയ പേപ്പർ. എൻ്റെ കയ്യിലിരുന്ന കത്തൊന്ന് വിറച്ചു. ആ അക്ഷരങ്ങളിലൂടെ എൻ്റെ മിഴികൾ ദാഹത്തോടെ പാഞ്ഞു നടന്നു. എൻ്റെ ജോണിച്ച, മാപ്പ് തരണേ. ഞാൻ ആ കാൽക്കൽ വീണ് കിടന്ന് മാപ്പ് ഇരക്കുകയാണ്. ഇവൾക്കതിന് അർഹതയില്ലെങ്കിലും ജോണിച്ചൻ എന്നെ തൊഴിച്ചെറിയരുതേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. ഇന്നെൻ്റെ വിവാഹമാണ്. അല്ല, ഇന്നെൻ്റെ മരണമാണ്. ചെറിയാൻ ചേട്ടനുമായി. ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന മൃഗവുമായി ഇന്നെൻ്റെ കല്യാണമാണ്. പള്ളിയിൽ പോകാൻ എല്ലാവരും ഇവിടെ ഒരുങ്ങുന്നു. ആ സമയത്ത് മുറിയുടെ വാതിൽ വലിച്ചടച്ച് ഞാൻ ആരും കാണാതെ എഴുതുകയാണ്. ജോണിച്ച, ഇത്രയുമെങ്കിലും ചെയ്യാതിരിക്കാൻ എനിക്ക് വയ്യ ജോണിച്ച. ക്ഷമിക്കണേ. പെട്ടെന്ന് ജോണിച്ചൻ്റെ അച്ചായൻ്റെയും അമ്മച്ചിയുടെയും മരണം നടന്നു. ജോണിച്ചൻ പോയി. മരിച്ചത് ജോണിച്ചൻ്റെ അച്ചായനും അമ്മച്ചിയും മാത്രമല്ല, ഞാനും മരിച്ചു. കാരണം ഞാൻ ഭയന്നിരുന്ന മനുഷ്യമൃഗം അപ്പോഴേക്കും എത്തിയിരുന്നു. അയാൾ വരാൻ കാത്തിരുന്ന എൻ്റെ അപ്പൻ പിന്നെ അമാന്തിച്ചില്ല. തയ്യാറെടുപ്പിലായി. ഞാൻ ചെറുത്തു നിന്നു, എല്ലാ ബലവും പ്രയോഗിച്ച്. ജോണിച്ചനൊന്ന് വന്നു കിട്ടാനായി പ്രാർത്ഥിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. മദ്യത്തിൻ്റെ ലഹരി ബോധം കെടുത്തിയപ്പോൾ എൻ്റെ അപ്പൻ നമ്മുടെ ബന്ധത്തെപ്പറ്റി അയാളോട് പറഞ്ഞു. അയാൾ പേ പിടിച്ച നായയായി മാറി. അമ്മാച്ചന്മാരെ വിളിച്ചു കൊണ്ടുവരാൻ അപ്പൻ പോയ രാത്രിയിൽ ഞാൻ എത്ര ചെറുത്തു നിന്നിട്ടും ആ പേപ്പെട്ടി എന്നെ കടിച്ചു കീറി കളഞ്ഞു ജോണിച്ചാ. അയാളുടെ പേവിഷം ആകെ വ്യാപിച്ച ഈ ശരീരം ഇനി എന്തിനു ഞാൻ ജോണിച്ചിന് വേണ്ടി സൂക്ഷിക്കണം? ഇല്ല, ഞാനതിന് തയ്യാറല്ല. എനിക്കത് വയ്യ. എൻ്റെ മനസ്സ് ചത്തു, ശരീരം ചത്തു. ഞാൻ വെറും മാംസകഷ്ണമായിരിക്കുന്നു. ഈ മാംസം ആ പേപ്പെട്ടി തന്നെ കടിച്ചു കീറി തിന്നട്ടെ, മതിയാവോളം. അതുകൊണ്ട് ജോണിച്ച, ഞാൻ സമ്മതിച്ചു. എൻ്റെ കഴുത്തിൽ മിന്നുകെട്ടാൻ സമ്മതിച്ചു. ഇന്ന് വിവാഹമാണ്. പള്ളിയിൽ ഫാദർ ആൻ്റണി പുല്ലാന്തറയുടെ ആശീർവാദത്തിൽ. എനിക്ക് വേണ്ടി കൊയറിൽ പാടാൻ ആരുണ്ട് ജോണിച്ച? ജോണിച്ചൻ എന്നോട് ക്ഷമിക്കുമോ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? എന്തു പ്രാർത്ഥിക്കാൻ? എനിക്ക് നല്ലത് വരണേ എന്നോ? വേണ്ട, എനിക്ക് നല്ലത് വരണ്ട. എനിക്ക് മരിച്ചാൽ മതി. ആരൊക്കെയോ ചെറ്റവാതിൽ തട്ടുന്നു. സമയമായി എന്ന് വിളിച്ചു പറയുന്നു പള്ളിയിൽ പോകാൻ. അതെ, പള്ളിയിലേക്ക് എൻ്റെ ശവം എടുക്കാറായിരിക്കുന്നു. നിർത്തട്ടെ ജോണിച്ച. ഞാൻ ജോണിച്ചൻ്റെ മാത്രമായിരുന്നുവെന്ന് ജോണിച്ചൻ്റേതായിരിക്കുന്ന ആനിയമ്മ. കത്തിൽ നിന്നും കണ്ണുകൾ പറിക്കാനാവാതെ ഞാൻ നിന്നു. എൻ്റെ മുൻപിൽ ഞാൻ കണ്ടു ശവശരീരം കത്തിക്കരിഞ്ഞ് 100 പൊട്ടിച്ചിതറിയ കരിന്തുണ്ടുകളായി അവളുടെ ശരീരം. ഒറ്റയടിക്ക് എല്ലാം തകരുക, എല്ലാവരും നഷ്ടപ്പെടുക. ഞാൻ എങ്ങനെ സഹിക്കും? അച്ചായൻ, അമ്മച്ചി, ആനിയമ്മ. ഞാൻ തകർന്നു വീണു. എന്നെ ഒന്ന് തലോടാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ലേ? ആരുമില്ലേ? കുട്ടിച്ചൻ ചാച്ചനും ജേക്കബും മോളിക്കുട്ടിയും ഒക്കെ, പിന്നെ ശോശാമ്മച്ചിയും എൻ്റെ അടുത്തിരുന്ന് ഒരുപാട് സമാശ്വസിപ്പിച്ചു. സഹപ്രവർത്തകരും എത്തി. എന്നാലും എൻ്റെ സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. ഏറ്റവും അധികം ഞാൻ തകർന്നത് ആനിയമ്മയുടെ വേർപാടിലാണ്. അവളെ ഒഴിച്ച് ഭാവിയെക്കുറിച്ച് ഒരിക്കലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഇനി എൻ്റെ ചിന്തകൾ പോലും മാറ്റിമറിച്ച് എടുക്കേണ്ടി വന്നിരിക്കുന്നു. ഞാനിനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തിനു വേണ്ടി ഞാൻ ജോലിക്ക് തന്നെ പോകുന്നു? ആർക്കു വേണ്ടി? സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയാണ് നിയമബിരുദം എടുത്തതും പ്രാക്ടീസ് തുടങ്ങിയതും ജോലിക്ക് ആഗ്രഹിച്ചതും. എല്ലാം ആനിയമ്മയ്ക്ക് വേണ്ടി, അവളെ സ്വന്തമാക്കാൻ വേണ്ടി. അവളെ കയ്യേൽക്കുന്ന സാഹസത്തിൽ എൻ്റെ സ്വത്തിൽ ഒരൊറ്റ പൈസ പോലും നിനക്ക് തരില്ലെന്നെങ്ങാൻ അച്ചായൻ പറഞ്ഞാൽ പോലും ധൈര്യത്തോടെ കാര്യങ്ങളെ നേരിടാൻ വേണ്ടി. അച്ചായൻ അങ്ങനെ പറയില്ലെന്ന് പ്രതീക്ഷിച്ചിരുന്നു. തനിക്കല്ലാതെ മറ്റാർക്ക് കൊടുക്കാനാണ് സ്വത്തുക്കൾ? തൽക്കാല ദേഷ്യത്തിന് എന്തു പറഞ്ഞാലും പ്രവർത്തിച്ചാലും എന്നെ അംഗീകരിക്കാതിരിക്കാൻ അച്ചായന് കഴിയില്ല. എന്നെ അംഗീകരിക്കുമെങ്കിൽ എൻ്റെ ആനിയമ്മയെയും. പക്ഷേ ഒറ്റയടിക്ക് മൂവരും. അവൾ എഴുതിയത് ശരിയാണ്. മരിച്ചത് എൻ്റെ അച്ചായനും അമ്മച്ചിയും മാത്രമല്ല, ആനിയമ്മയും ഒപ്പം ഉണ്ടായിരുന്നു. അവിചാരിതമായ പ്ലെയിൻ ക്രാഷ് ഇല്ലായിരുന്നെങ്കിൽ, ഞാൻ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ, ചെറിയാനെന്ന മൃഗം വരും മുമ്പേ കാര്യത്തിന് തീരുമാനമാകുമായിരുന്നു. അല്ലെങ്കിൽ വന്നു എന്നറിയുമ്പോഴെങ്കിലും ഓടിച്ചെന്ന് അവളെ രക്ഷിക്കാമായിരുന്നു. പാവം എൻ്റെ ആനി ആ കഴുകൻ്റെ ദന്തങ്ങൾക്കിടയിലും നഖങ്ങൾക്കിടയിലും പെട്ട് ക്രൂരമായി പിടയുമ്പോൾ നാലുപാടും അവളുടെ കണ്ണുകൾ പാഞ്ഞില്ലേ? ഹൃദയം ജോണിച്ചായെന്ന് ആർത്ത് വിളിച്ചില്ലേ? വിവാഹത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ ആനിയമ്മയെയും കൊണ്ട് ചെറിയാൻ പോയി. അയാൾ പണി ചെയ്യുന്ന നാട്ടിലേക്കായിരിക്കും. ഫാദർ ആൻ്റണി പുല്ലാന്തറ പറഞ്ഞു. വിവാഹത്തിൻ്റെ തലേനാൾ വരെ നിന്നെ ഞാൻ പ്രതീക്ഷിച്ചു.
കുട്ടിയച്ഛനോട് അന്വേഷിച്ചു. പെട്ടെന്നുണ്ടായ ദുരന്തത്തിൽ ആകെ തളർന്ന ഡൽഹിയിൽ നീ വീണ് കിടക്കുകയാണെന്ന് കുട്ടിച്ചൻ പറഞ്ഞു. അതുകൊണ്ട് അച്ഛൻ അറിയിച്ചാലും പ്രയോജനമില്ലെന്ന് അച്ഛനറിയില്ല. ആ കഴുകൻ കൊത്തിപ്പറിച്ച ശരീരവുമായി അവൾ എൻ്റെ മണവാട്ടിയാകുമോ? ഇല്ല, ഒരിക്കലുമില്ല. എനിക്കറിയാം. ഒരിക്കൽ എൻ്റെ കൺമുമ്പിലിട്ട് അവളുടെ അപ്പൻ തല്ലിയ വേദന സഹിക്കുമ്പോഴും എന്നെയും തല്ലിയേക്കുമോ എന്ന് ഭയന്ന് പൊയ്ക്കൊള്ളാൻ ആംഗ്യം കാട്ടിയ എൻ്റെ പാവം ആനിയമ്മ. ഞാൻ അവളെ ഓർത്ത് കഴിഞ്ഞു. മറക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ജോലിയിൽ മുഴുകാൻ ശ്രമിച്ചു. പക്ഷെ എല്ലാറ്റിനുമുപരി ആ മുഖം ഇപ്പോഴും ഏതു നിമിഷവും എൻ്റെ മുൻപിൽ മിഴിവോടെ തന്നെ നിന്നു. ഒന്ന് കാണാൻ, അവൾ എവിടെയാണെന്നറിയാൻ എൻ്റെ ഹൃത്തടം വല്ലാതെ കൊതിച്ചു. പക്ഷെ ആരോട് ചോദിക്കാൻ? എങ്ങനെ അറിയാൻ? 4-5 മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ദിവസം വണ്ടി അപകടത്തിൽ അന്ത്രയോസ് മരിച്ചു. ആനിയമ്മ വരുമെന്ന് അപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചു. ദൂരെ നിന്നെങ്കിലും അവളെ ഒന്ന് കാണാമല്ലോ. പക്ഷേ ആ ക്രൂരമൃഗം അവളെ കൊണ്ടുവന്നില്ല. അവളുടെ അപ്പൻ്റെ ശവശരീരം നാട്ടുകാർ പള്ളിയിലെ സെമിത്തേരിയിൽ എത്തിച്ചു മറവ് ചെയ്തു. ആ പുറമ്പോക്ക് സ്ഥലം ആരോ കയ്യേറി. അതുവഴി പോകുമ്പോൾ ഒരു ഷോക്ക് പോലെ എന്നും ആ കുടിൽ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ അച്ചായനും അമ്മച്ചിയും മരിച്ചിട്ട് ഒരാണ്ട് കഴിഞ്ഞപ്പോൾ കുട്ടിയച്ചൻ ചാച്ചൻ ഒരു സത്യം പറഞ്ഞു. ഡൽഹിയിൽ നിന്നും വിമാനത്തിൽ കയറും മുമ്പ് അച്ചായനും അമ്മച്ചിയും കൂടി എൻ്റെ വിവാഹം തീരുമാനിച്ചിരുന്നുവെന്ന്. റിനിയുടെ വിവാഹത്തിന് റീത്തയും എത്തി. അച്ചായനും അമ്മച്ചിക്കും അവളെ ഇഷ്ടമായി. ആർമിയിൽ തന്നെയുള്ള ഒരു ലഫ്റ്റനൻറ്റിൻ്റെ ഒരേയൊരു മകൾ. മാതാപിതാക്കൾ തമ്മിൽ വാക്കു പറഞ്ഞു. എൻ്റെ ഫോട്ടോ അമ്മാച്ചൻ്റെ ആൽബത്തിൽ നിന്ന് അവർ കണ്ടു, ഇഷ്ടപ്പെട്ടു. റീത്തയുടെ ഫോട്ടോയുമായിട്ടാണ് അവർ പ്ലെയിനിൽ കയറിയതും. ഫോട്ടോ എന്നെ കാണിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം എന്നെയും കൂട്ടി അവർ ഡൽഹിയിലേക്ക് പോവുക. വിവാഹം ഡൽഹിയിൽ വെച്ച് നടത്തി പോരുക. ഇവിടെ വന്നതിന് ശേഷം നാട്ടുകാരെയും ബന്ധുക്കളെയും വിളിച്ചു വരുത്തി സദ്യയും പാർട്ടിയും കൊടുക്കുക. ഇതൊക്കെയായിരുന്നു അത്രേ തീരുമാനം. പക്ഷേ പ്ലെയിൻ ക്രാഷിൽ റീത്തയുടെ ഫോട്ടോയും കത്തിപ്പോയിരിക്കും. മോനെ, ജോസും എലിസബത്തും തീരുമാനിച്ച കാര്യമാണ്. അവർ ഇല്ലെങ്കിലും അവരുടെ വാക്കു പാലിക്കാൻ നീ ബാധ്യസ്ഥയാണ്. അവരുടെ ആത്മാവ് ഇപ്പോൾ തന്നെ നിന്നെ ഉറ്റുനോക്കിയിരിക്കുകയാണ്. കുട്ടിയച്ചൻ ചാച്ചൻ എന്നോട് പറഞ്ഞു. ശോശാമ്മച്ചിയും ജേക്കബും മോളിയും ഒക്കെ പറഞ്ഞു. എല്ലാവരും അതുതന്നെ പറഞ്ഞു. ഞാൻ സമ്മതിക്കുന്നില്ലെന്ന് അവർ അറിയിച്ചിട്ടായിരിക്കും ഡൽഹിയിൽ നിന്ന് അമ്മാച്ചനും ആൻറ്റിയും വന്നു. അവരുടെ കയ്യിൽ റീത്തയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. സുന്ദരി, ഒരു കുറവും പറയാനില്ല. അവളുടെ പലതരത്തിലുള്ള ഫോട്ടോകൾ അടങ്ങിയ ആൽബമാണ് അമ്മാച്ചൻ കൊണ്ടുവന്നതും. ഡൽഹിയിൽ വളർന്നു പഠിച്ചതിൻ്റെ പൊങ്ങച്ചമോ പരിഷ്കാരഭ്രാന്തോ വേഷത്തിലും ഭാവത്തിലും ഇല്ല എന്ന് ഞാൻ ശ്രദ്ധിച്ചു. എന്നാലും ആനിയമ്മയെ മറക്കാൻ എനിക്ക് കഴിയുമോ? ഇത്ര പെട്ടെന്ന്? 1 വർഷം കൊണ്ട്. കുഞ്ഞുനാൾ മുതൽ എൻ്റെ കരളിൽ കൂടുകെട്ടി പാർത്തിരുന്ന എൻ്റെ കുഞ്ഞാറ്റ കുരുവി. പക്ഷെ മറക്കേണ്ടതായി വന്നു. കാരണം അത്ര ശക്തമായി വാക്കു പറഞ്ഞിട്ടായിരുന്നു എൻ്റെ അച്ചായനും അമ്മച്ചിയും പോകുന്നത്. ഡൽഹിയിൽ നിന്നും പോരും മുമ്പ് പാർട്ടിയിൽ വെച്ച് എല്ലാവരും കേൾക്കിയ അച്ചായൻ റീത്തയുമായി എൻ്റെ വിവാഹം പ്രഖ്യാപിച്ചിട്ടാണ് പോകുന്നതത്രേ. ഡൽഹിയിലെ എല്ലാ ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും അറിയാം റീത്തയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നും വരൻ ഞാനാണെന്നും. ഞാൻ അച്ചായനെ അനുസരിക്കുമെന്ന് അച്ചായൻ അത്രയ്ക്ക് ഉറച്ച് വിശ്വസിച്ചിരുന്നോ? ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. ഫാദറിനോട് വിവരം പറഞ്ഞു. ഫാദർ എന്നെ സമാശ്വസിപ്പിച്ചു. സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്ന് കരുതണം ജോൺ, ഫാദർ പറഞ്ഞു. ഒടുവിൽ ഞാൻ സമ്മതിച്ചു. ഡൽഹിയിൽ പോയി. വിവാഹം നടന്നു. തിരിച്ചെത്തി. ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ സുന്ദരിയാണ് റീത്ത നേരിൽ കണ്ടപ്പോൾ. പരിഷ്കാരമില്ലാത്ത ഒരു പാവം പെണ്ണ്, എൻ്റെ ആനിയമ്മയെ പോലെ തന്നെ. അവൾക്ക് പകരം റീത്ത. സ്നേഹം തന്ന റീത്ത എന്നിൽ നിന്നും സ്നേഹം പിടിച്ചു വാങ്ങി. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പാവം. അങ്ങ് ദൂരെയാണ് അവളുടെ വീട്ടുകാർ. മിക്കപ്പോഴും ഫോൺ കോൾ ഉണ്ടാകും. സ്നേഹം ചാലിച്ചൊഴുകിയ സൗഹൃദാന്വേഷണം. എന്നാലും അടുത്ത് റീത്തയ്ക്ക് സ്നേഹിക്കാൻ ഞാനേ ഉള്ളൂ. അതായിരിക്കാം അവളുടെ അതിരുകവിഞ്ഞ സ്നേഹത്തിൻ്റെ ഉറവിടം. ആനിയെ പൂർണ്ണമായി മറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾ എന്നിൽ ചെലുത്തിയിരുന്ന സ്വാധീനത്തിൻ്റെ ശക്തി കുറയ്ക്കാൻ റീത്തയുടെ സ്നേഹത്തിന് കഴിഞ്ഞു. അവളുടെ പപ്പയും അമ്മയും മകളെ അന്വേഷിക്കാനെത്തി. മാസങ്ങൾ കൊഴിഞ്ഞു വീഴുമ്പോൾ അവരുടെ വരവിലും ഫോൺ കോളുകളിലും പ്രത്യേകിച്ചൊരു ചോദ്യം മുഴച്ചു നിന്നു. എന്താ മോളെ വിശേഷം? എന്ത് വിശേഷം? ആദ്യമൊന്നും റീത്തയ്ക്കും വിശേഷത്തിൻ്റെ പൊരുൾ മനസ്സിലായില്ല. പൊരുൾ തിരിച്ചവളുടെ മമ്മി ചോദിച്ചപ്പോൾ ലജ്ജയോടെ അവൾ ഇല്ല എന്ന് പറഞ്ഞ് റിസീവർ വെച്ചു. പിന്നെ എന്നെ നോക്കി. നിൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും എന്തേ ഇത്ര ധൃതി? ഒരു കുട്ടിയാകാൻ ഞാനല്ലേ ഉള്ളൂ. ഞാൻ വലുതായ പിന്നെ ഒരു കുട്ടിയെ ഓമനിക്കാൻ കൊതിയുണ്ടാകും. മമ്മി നമ്മുടെ മാരേജിന് മുൻപ് പറയുമായിരുന്നു, നമുക്കൊരു കുട്ടിയുണ്ടായാൽ ആ നിമിഷം ജോലി രാജിവെച്ചിങ്ങ് പോരുമെന്ന്. പിന്നെ കുട്ടിയെ താലോലിച്ച് നമ്മുടെ കൂടെ കഴിയുമെന്ന്. ആയിക്കോട്ടെ, ഞാനും സമ്മതിച്ചു. അവൾ കൂടി എത്തിയാൽ ഈ വീട്ടിൽ ആളനക്കം ഉണ്ടാവുമല്ലോ. അവൾ മാത്രമല്ല, അവൻ കൂടി. റീത്ത തിരുത്തി. ഞാൻ തലയാട്ടി സമ്മതിച്ചു.
ആ വലിയ വീടിൻ്റെ ഏകാന്തത എങ്ങനെ കുറഞ്ഞു കിട്ടുന്നതും എനിക്ക് സന്തോഷമാണ്. പക്ഷേ 2 വർഷം കടന്നു പോയിട്ടും അങ്ങനെയൊരു ഭാഗ്യം ഞങ്ങളെ അനുഗ്രഹിച്ചില്ല. റീത്തയ്ക്ക് ഉത്കണ്ഠയായി. റീത്തയുടെ മമ്മിയും പപ്പയും ഉത്കണ്ഠയോടെ തന്നെ അന്വേഷിച്ചു. പക്ഷേ ഇതിനിടയിൽ മറ്റൊരു ദുരന്തം പോലെ റീത്തയുടെ മമ്മിയും മരിച്ചു. അറ്റാക്ക്. അതോടെ പപ്പ ഒറ്റപ്പെട്ടു. നാട്ടിലേക്ക് പോരാൻ എത്ര നിർബന്ധിച്ചിട്ടും പോരുന്നില്ലത്രേ. മമ്മിയില്ലാതെ പപ്പ നാട്ടിലേക്കില്ലത്രേ. ഇവിടെ വല്ലാതെ ലോൺലിനെസ് ആയിരിക്കും. അവിടെ ആകുമ്പോൾ ഫ്രണ്ട്സ് എങ്കിലും ഉണ്ടാകുമല്ലോ. കഴിയുമ്പോഴൊക്കെ ഇവിടെ വന്ന് ഞങ്ങളെ കണ്ടോളാമെന്ന്. അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലുക. റീത്ത, നിനക്ക് സുഖമില്ലേ? ഞാൻ ചോദിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു കുഞ്ഞിനെ കാണാൻ കാത്തുകാത്തിരുന്ന എൻ്റെ മമ്മി. അവൾ കരഞ്ഞുപോയി. നമുക്ക് മാത്രം എന്താണ് ഇങ്ങനെ? നമുക്കൊരു ഡോക്ടറെ കാണാൻ ഞാൻ പറഞ്ഞു. ആർക്കാണ് തകരാറെന്നറിയാമല്ലോ. എനിക്കാണെങ്കിലോ? റീത്ത പെട്ടെന്ന് ചോദിച്ചു. ആണെങ്കിൽ എന്താ? എനിക്ക് അവളുടെ ചോദ്യം മനസ്സിലായില്ല. ആണെങ്കിൽ ജോണിച്ചൻ എന്നെ വെറുക്കില്ലേ? നീ എന്താ റീത്ത പറഞ്ഞത്? ഞാൻ അവളുടെ വായ് പൊത്തി. എനിക്കറിയാം ജോണിച്ചനൊരു കുട്ടിയോടുള്ള ആർത്തിയും സ്നേഹമൊക്കെ. തകരാറ് എനിക്കാണെങ്കിൽ എന്നെ ഉപേക്ഷിച്ചിട്ട്. റീത്ത, ഞാൻ അവളെ നെഞ്ചിലമർത്തി. അരുതാത്തതൊന്നും പറയരുത്. എന്നെ ഉപേക്ഷിച്ചാലും എനിക്ക് പോകാൻ ഇടമില്ല ജോണിച്ച. ഡൽഹിയിലേക്ക് ഞാൻ പോവില്ല. അവൾ കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞു. റീത്ത, നീ എങ്ങും പോകുന്നില്ല. നിന്നെ ഞാൻ വിടുന്നുമില്ല. ഞാൻ സമാധാനിപ്പിച്ചു. തകരാറ് എനിക്കാണെങ്കിൽ നിനക്കെന്നെ ഉപേക്ഷിച്ച് മറ്റൊരാളെ കെട്ടാൻ പറ്റുമോ റീത്ത? പക്ഷേ എൻ്റെ ദൈവമേ, എന്താണ് പറയുന്നത്? എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യല്ലോ. റീത്ത ഉറക്കെ കരഞ്ഞു. റീത്ത, നിനക്ക് ചിന്തിക്കാൻ കഴിയാത്തതുപോലെ തന്നെയാണ് എനിക്കും. നിന്നെ ഒഴിവാക്കി ഞാൻ മറ്റൊന്നോ? ഇല്ല, ഒരിക്കലുമില്ല, ഞാൻ തർപ്പിച്ചു പറഞ്ഞു. എണ്ണമയം പുരളാത്ത മുടിയും കുഴിഞ്ഞതാണ കണ്ണുകളും പൊങ്ങിയ കവിളല്ലുകളും വരണ്ട അധരങ്ങളും തെല്ലുന്തിയ വയറും എല്ലുകളും മൂടിപ്പൊതിഞ്ഞതുപോലെ അലസമായി വാരി ചുറ്റിയ മുഷിഞ്ഞ സാരി. എന്നിട്ട് ഒറ്റനോട്ടത്തിൽ തന്നെ ഞാൻ അവളെ തിരിച്ചറിഞ്ഞു. എൻ്റെ ആത്മാവിൽ അത്രയേറെ ആഴത്തിൽ എന്നും അവൾ ഉണ്ടായിരുന്നല്ലോ. ഞാൻ അവളെ റൂമിനുള്ളിലേക്ക് വിളിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കേസിൻ്റെ കക്ഷികളെ പുറത്തിറക്കി വിട്ടു. എനിക്ക് ആനിയമ്മയെ കാണണമായിരുന്നു. അവളോട് സംസാരിക്കണമായിരുന്നു. എനിക്ക് മുൻപിൽ അവളിരുന്നു. കുഴിഞ്ഞ കണ്ണുകൾ തുളുമ്പി ഒഴുകിയപ്പോൾ ആ കണ്ണീർത്തുള്ളികൾ വീണു പൊള്ളിയത് എൻ്റെ ആത്മാവാണ്. എൻ്റെ കുഞ്ഞാറ്റക്കുരുവി, എൻ്റെ മനം കേണു. ആനിയമ്മേ, ഞാൻ പതിയെ വിളിച്ചു. ജോണിച്ച. അവൾ വിളി കേട്ടത് ഒരു കരച്ചിലോടെയാണ്, വിങ്ങിപ്പൊട്ടിയിട്ട്. എൻ്റെ കെട്ടിയോനെ രക്ഷിക്കണേ. അവൾ കൈകൂപ്പി തൊഴുതു. ഞാൻ സ്തംഭിച്ചിരുന്നു. അവളുടെ കെട്ടിയോനെ രക്ഷിക്കാൻ അവൾ എനിക്ക് മുമ്പിൽ ഇരിക്കുന്നു, കണ്ണീരോടെ, കൂപ്പുകരങ്ങളോടെ. എനിക്ക് പോകാൻ മറ്റൊരിടമില്ല. ആശ്രയിക്കാൻ മറ്റാരുമില്ല. പറയാൻ ഒരാളുമില്ല. മുടക്കാൻ ഒരു പൈസ പോലുമില്ല. അവൾ പതിയെ പറഞ്ഞു. ഒരിക്കലും ഈ സന്നിധിയിൽ വരരുതേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ടും വരേണ്ടി വന്നു. ഇവിടെ മാത്രമേ എനിക്ക് വരാൻ കഴിയുമായിരുന്നുള്ളൂ. ഞാൻ മറ്റെവിടെ പോകാൻ? അവൾ സാരിത്തുമ്പ് കൊണ്ട് കണ്ണീരൊപ്പി സമനില കൈവരിക്കാൻ ശ്രമിച്ചു. ഞാൻ അപ്പോഴും മിണ്ടാനാവാതെ വീർപ്പുമുട്ടലോടെ ഇരിക്കുകയായിരുന്നു. ഒരു സ്തംഭനാവസ്ഥയിൽ തന്നെ. അതവളെ വല്ലാതെ വേദനിപ്പിച്ചു. ജോണിച്ച, എന്നോട് വെറുപ്പാണോ? എന്നോട് പകയുണ്ടല്ലേ? അവൾ വീണ്ടും തേങ്ങി. എനിക്കറിയാം ഉണ്ടെന്ന്. വെറുത്തോളൂ. ഞാൻ അത്രയ്ക്ക് ദ്രോഹമാണ് ചെയ്തത്. പക്ഷേ ജോണിച്ച, അയാൾ എന്നെ നശിപ്പിച്ചപ്പോൾ പിന്നെ മരിക്കാമായിരുന്നില്ലേ? ഞാൻ പെട്ടെന്ന് ചോദിച്ചു പോയി. എൻ്റെ നാവിൽ വന്ന ചോദ്യം അതായിരുന്നു. അവൾ വല്ലാതെ നടുങ്ങിപ്പോയി. എന്നെ അവൾ തുറച്ചു നോക്കി. പിന്നെ പൊട്ടിക്കരഞ്ഞു. മരിക്കാമായിരുന്നു. ഞാൻ ആലോചിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. ജീവിക്കാൻ കൊതിച്ചുപോയി. തെറ്റ് അറിയാം. ജോണിച്ചിനെ പൊറുക്കാനാവില്ലെന്ന്. എന്നാലും ഞാൻ നിൻ്റെ കെട്ടിയോനെ രക്ഷിക്കണം. ആ റാസ്കലിനെ. ഞാൻ രോഷം കൊണ്ടു. ജോണിച്ച, എൻ്റെ കുഞ്ഞുങ്ങൾ, അവർക്ക് അപ്പനില്ലാതെ പോകും ജോണിച്ച. കുഞ്ഞുങ്ങൾ. എൻ്റെ സപ്തനാഡികളും തളർന്നു പോവുകയായിരുന്നു. അവളുടെ തെല്ലുന്തിയ വയർ ഞാൻ കണ്ടിരുന്നു. ഒരു കുഞ്ഞുകൂടിയുണ്ട്, അവൾ പറഞ്ഞു. അവളുടെ വിവാഹം നടന്നിട്ടിപ്പോൾ 3 വർഷമായിട്ടുണ്ട്. ഒരു കുട്ടിയുണ്ട്. രണ്ടാമത്തേത് വയറ്റിൽ. ഭാഗ്യവതി. ഒരുപക്ഷെ എൻ്റെ കുട്ടികളായി പിറക്കേണ്ടിയിരുന്നവർ. ഞാൻ വിവാഹിതനായിട്ട് വർഷം 2 ആയിരിക്കുന്നു. ഒരു കുഞ്ഞിൻ്റെ അപ്പനാകാൻ ഭാഗ്യമില്ലാതിരുന്ന എനിക്ക് 2 കുഞ്ഞുങ്ങളുടെ അപ്പനെ ഇല്ലാതാക്കാൻ അവകാശമുണ്ടോ? ഞാൻ എൻ്റെ മനസ്സിനെ അടക്കി ശാന്തനായി. എന്താണ് നിൻ്റെ കെട്ടിയോൻ്റെ പേരിലുള്ള കുറ്റം? കത്തിക്കുത്ത്, അവൾ പറഞ്ഞു. കൂപ്പിൽ ലോറിയിൽ തടികയറ്റുമ്പോൾ കൂലിത്തർക്കം ഉണ്ടായി. കൂട്ടൻ അടി നടന്നു. ഒരുത്തൻ ചത്തു, പാരയ്ക്കടിച്ചിട്ട്. ആരാ അടിച്ചതെന്ന് ആരും കണ്ടവരില്ല. എല്ലാവരും കൂടി അങ്ങേരുടെ തലയിൽ കെട്ടിവെച്ചു. സ്വതവേ പോക്രിയാണല്ലോ, അതുകൊണ്ട് എല്ലാവരും വിശ്വസിച്ചു. അങ്ങേരല്ല എന്നാണ് ആണയിട്ട് പറയുന്നത്. അതാര് വിശ്വസിക്കാൻ? ഒരു സംഭവം നടന്നാൽ പോലീസിന് പ്രതിയായി ഒരാളെ കെട്ടിയാൽ മതി.
അതാരായിരുന്നാലും അങ്ങേരെ പോലീസ് സ്റ്റേഷനിലിട്ട് ഒരുപാട് ഉപദ്രവിച്ചു കാണും. അങ്ങേരില്ലാണ്ടായാലും ഞാനും കുഞ്ഞുങ്ങളും. അവൾ വീണ്ടും കരയുകയാണ്. കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. നീ കരയാതിരിക്കൂ. നീ എൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ കരയരുത്. ഞാൻ പിന്നെ പതിയെ ചോദിച്ചു, നിനക്കാ മനുഷ്യനോട് ഇത്രയ്ക്ക് സ്നേഹമാണോ? അവൾ വീണ്ടും ഞെട്ടി മുഖമുയർത്തി. സ്നേഹം? അവൾ പതിയെ പറഞ്ഞു. ഒരു മരത്തടിയാണ് അയാൾ, ഞാനൊരു ശവവും. സ്നേഹം എങ്ങനെയുണ്ടാകും? അവൾ സ്വയം എന്നോടെന്നോണം ചോദിച്ചു. പട്ടിണി, അടി, ചീത്തപറച്ചിൽ, ഇതൊക്കെ സ്നേഹമാണോ? എങ്കിലും അയാൾക്ക് എന്നോട് സ്നേഹമുണ്ട്. കഞ്ഞിയും കറിയും വെച്ച് വിളമ്പിക്കൊടുക്കുക, എന്തെങ്കിലും വീട്ടിലെത്തണമെന്ന് അയാൾക്ക് തോന്നുമ്പോൾ ഒപ്പം കിടക്കുക, ഇത് സ്നേഹമാണോ? എങ്കിലും എനിക്ക് സ്നേഹമുണ്ട്. ആനിയമ്മേ, എൻ്റെ സ്വരം പതറി. ഒരു റാണിയായി കുളത്തുങ്കൽ തറവാട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ച പെണ്ണ്. പരസ്പര സ്നേഹം ഉണ്ടായാലും ഇല്ലെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളുടെ അപ്പൻ ജീവിച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ബാക്കിയൊക്കെ എൻ്റെ തലയിലെഴുത്ത്. ആ ജോണിച്ചൻ സുഖമായി ജീവിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ മൂളി. അവൾ എന്നെ തന്നെ കുറേ നേരം നോക്കിയിരുന്നു, കാണാനുള്ള ആർത്തി പോലെ. ഞാൻ അസ്വസ്ഥനായി. പഴയ കണ്ണുകൾ, എന്നെ കൊതിപ്പിച്ചിട്ടുള്ള നോട്ടം. നിന്റെ കെട്ടിയവനെ ഞാൻ രക്ഷിക്കാം. കേസ് എന്തായാലും അയാൾ തന്നെയാണ് കൊന്നതെങ്കിലും രക്ഷിക്കാം, പോരെ? ഞാൻ പറഞ്ഞുപോയി. അവളുടെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി. ആദ്യമായി ഞാൻ കേസൊന്ന് പഠിക്കട്ടെ. ഇവിടുത്തെ SI ഫെർണാണ്ടസ് എൻ്റെ സുഹൃത്താണ്. നോക്കട്ടെ. പിന്നെ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അയാളെ ജാമ്യത്തിലിറക്കുക എന്നതാണ്. പിന്നെ കേസ് കോടതിയിലെത്തുമ്പോൾ ബാക്കി ചെയ്യാം. ഉറപ്പിച്ചോളൂ, നിന്റെ ഭർത്താവിനൊന്നും വരില്ല. ഞാനല്ലേ പറയുന്നത്. എൻ്റെ കഴിവിൽ എനിക്ക് പൂർണ്ണമായി വിശ്വാസമുണ്ടായിരുന്നു. അവൾക്കും ഉണ്ടായിരുന്നു. അവളെന്നെ വീണ്ടും തൊഴുതു. ജോണിച്ച, എന്നോട് പൊറുക്കണേ ബുദ്ധിമുട്ടിച്ചതിൽ. നീ ഇനിയും വരണം വല്ലപ്പോഴുമൊക്കെ. എവിടെയാണിപ്പോൾ താമസം? അങ്ങ് മലയടിവാരത്തിലാണ്. ഒരുപാട് പേരുണ്ട്. ഇനി വരുമോ? വരില്ലേന്ന എൻ്റെ പ്രാർത്ഥന. അവൾ യാത്ര ചോദിച്ചു. ഞാൻ കുറേ രൂപയെടുത്ത് അവൾക്ക് നീട്ടി. വേണ്ട വേണ്ട ജോണിച്ച, ഇതൊന്നും വേണ്ട. തിരിച്ചെത്താനുള്ള വണ്ടിക്കൂലിയും കൊണ്ടാണ് ഞാൻ വന്നത്. നിനക്ക് എന്തെങ്കിലും ഞാൻ തരണ്ടേ? എനിക്ക് തന്നല്ലോ. 3 വർഷമായി എനിക്ക് കിട്ടാതിരുന്ന സ്നേഹം. ഞാൻ കരുതിയത് വെറുപ്പോടെ എന്നെ ആട്ടിപ്പായിക്കുമെന്നാണ്. പക്ഷേ എനിക്ക് മനസ്സിലായി, അന്നത്തെ ജോണിച്ചൻ തന്നെയാണ് ഇന്നുമെന്ന്. അന്നത്തെ പോലെ ഇന്നും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. മതി, ഇതിലപ്പുറം ജോണിച്ചൻ എനിക്ക് എന്ത് തരാൻ? കണ്ണീരൊപ്പി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചവൾ പോയി. എത്രയോ സമയം അനക്കമറ്റ് ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു. എന്നിട്ടേ സമനില കൈവരിക്കാൻ കഴിഞ്ഞുള്ളൂ. സമനില കൈവരിച്ചപ്പോൾ ഞാൻ സംശയിച്ചു, ആനിയമ്മ വന്നോ? അതോ ഞാനൊരു സ്വപ്നത്തിലായിരുന്നോ? സ്വപ്നമായിരുന്നില്ല. ആനിയമ്മ വന്നതാണ്. മരിച്ചയാളും ചെറിയാനും ഒരു നാട്ടുകാരാണ്. അതിനാൽ കേസ് കോണാട്ടുകര സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു. SI ഫെർണാണ്ടസിനെ കേസ് സംബന്ധമായി തന്നെ പരിചയപ്പെട്ടതാണ്. അയാൾ പുതുതായി ട്രാൻസ്ഫറായി വന്ന ഇടയ്ക്ക് കോണാട്ടുകരയിൽ ഞാൻ താമസിക്കുന്നതിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രം മാറിയാണ് വാടകയ്ക്ക് താമസം. ഞങ്ങളിപ്പോൾ കുടുംബ സുഹൃത്തുക്കളാണ്. അയാളും ഭാര്യ ക്ലാരയും മക്കൾ ഫെബിയും ഫ്രിഞ്ചിയും ഞങ്ങളുടെ വീട്ടിൽ വരും. ഞാനും റീത്തയും അങ്ങോട്ടും പോകും. വളരെ അടുത്ത സൗഹൃദത്തിന് ശേഷമേ ഫെബി ഫെർണാണ്ടസിൻ്റെ കൊച്ചളിയനാണ് എന്നെനിക്ക് പോലും മനസ്സിലായുള്ളൂ. മകനാണെന്നാണ് കരുതിയത്. 5 വയസ്സുകാരനാണ് ഫ്രിഞ്ചി, മിടുക്കൻ. 11കാരനാണ് ഫെബി, വല്ലാത്ത കുസൃതിക്കാരൻ. എന്നല്ല, അക്രമാസക്തമായ കുസൃതിയാണ് അവനെന്ന് ഞാൻ അന്നേ മനസ്സിലാക്കിയിരുന്നു. ഫെർണാണ്ടസിനെ കാണാൻ ഞാൻ പോയത് വീട്ടിൽ തന്നെയാണ്, ഒറ്റയ്ക്ക്. ക്ലാരയും ഫെബിയും ഫ്രിഞ്ചിയുമായി സംസാരിച്ചിരുന്നു. അവർ അകന്നു മാറിയപ്പോൾ ഫെർണാണ്ടസിനോട് കാര്യം പറഞ്ഞു. എന്താ വക്കീലെ, ആ തെമ്മാടിയോട് ഇത്ര സ്നേഹം? ഫെർണാണ്ടസ് ഊന്നി ചോദിച്ചു. അയാൾ ഈ നാട്ടുകാരനാണല്ലോ ഫെർണാണ്ടസ്. എന്നാലും ആള് ഗജപോക്കിരിയല്ലേ. പാവം, അയാളുടെ ഭാര്യ ഗർഭിണിയാണ്, ഒരു കുട്ടിയുമുണ്ട്. അവർ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ ഞാനൊന്ന് നിർത്തി. പിടികിട്ടി, അങ്ങനെ വരട്ടെ. നാട്ടുകാരോട് സ്നേഹം തോന്നിയതിൻ്റെ കാരണം പിടികിട്ടി. അവൻ്റെ ഭാര്യ വന്ന് കരഞ്ഞു പറഞ്ഞു. ആര്? ആ ഗജപോക്കിരിയുടെ ഭാര്യ. വക്കീലെ, താൻ ആള് കൊള്ളാമല്ലോ. ഫെർണാണ്ടസ് ഉറക്കെ ചിരിച്ചു. നടക്കട്ടെ നടക്കട്ടെ, നാട്ടുസ്നേഹമല്ലേ. എനിക്ക് ദേഷ്യവും സങ്കടവും ഉണ്ടായി. പിന്നെ റീത്തയുണ്ടല്ലോ, പുള്ളിക്കാരി ഇതൊന്നും അറിയണ്ട. അപ്പോഴും ഞാൻ മിണ്ടിയില്ല. പാടില്ല. സംയമനം എൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. ക്ഷമിക്കേണ്ടവന് ഞാനാണ്. ക്ഷമിച്ചു. ഏതായാലും താൻ നാളെ സ്റ്റേഷനിലോട്ടൊന്ന് വാ, നമുക്ക് നോക്കാം, ഫെർണാണ്ടസ് പറഞ്ഞു. പിറ്റേന്ന് ഞാൻ സ്റ്റേഷനിൽ ചെന്നു. FIRും മറ്റും നോക്കി. ചെറിയാനും വല്ല രക്ഷയൊന്നും കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ആനിയമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ്. എതിർകക്ഷികൾ വിടുന്ന മട്ടില്ല. കോടതിയിലെത്തിയാൽ ഏതെങ്കിലും പോയിന്റിലൂടെ കടത്തി വെട്ടി മറുകണ്ഠം ചാടിച്ചാലേ ചെറിയാനെ രക്ഷിക്കാൻ കഴിയൂ. രക്ഷിക്കണം, അതെൻ്റെ ആവശ്യമാണ്. ആനിയമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്. ചെറിയാൻ്റെ പിടിയിൽ നിന്നും അവളെ രക്ഷിച്ചു കൊള്ളാം എന്ന വാക്കു പാലിക്കാൻ കഴിഞ്ഞില്ല. ഇതെങ്കിലും സാധിച്ചില്ലെങ്കിൽ പിന്നെ അവളോട് ഇപ്പോഴും തൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തിന് എന്താണൊരു വില?
സാധിക്കണം. എന്തു ചെയ്തു ചെറിയാനെ രക്ഷിക്കണം. ഇപ്പോഴുള്ള കുഞ്ഞിനും പിറക്കാനിരിക്കുന്ന കുഞ്ഞിനും അപ്പനില്ലാതാകരുത്. ചെറിയാനെ ജാമ്യത്തിലിറക്കി. ഇറങ്ങി വന്ന് അയാൾ എന്നെ തറപ്പിച്ചൊന്ന് നോക്കി. ഒരു നന്ദി വാക്ക് പോലും പറയാതെ അവൾ നടന്നുപോയി. ദേഹത്തൊക്കെ നീരും ചതവുമുണ്ട്. പോലീസ് മുറ ശരിക്കും അയാളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. നടക്കുമ്പോഴും അത് മനസ്സിലാകും. എന്തൊരു നല്ല മനസ്സ്. തന്നെ പൂവിട്ട് തൊഴുതിട്ടാണല്ലോടോ അവൻ പോയത്. ഫെർണാണ്ടസ് എന്നെ കളിയാക്കി. അവൻ തൊഴുകയോ തൊഴാതിരിക്കുകയോ ചെയ്യട്ടെ, ആരത് ശ്രദ്ധിക്കുന്നു? ഞാൻ പറഞ്ഞു അലസമായി. ശരിയാണ്, തൊഴാൻ ആൾ വേറെ വരുമല്ലേ. ഭാഗ്യവാൻ. ഫെർണാണ്ടസ് എൻ്റെ തോളിൽ തട്ടി. ഞാൻ മൗനം പാലിച്ചു. അതാണ് നല്ലതെന്ന് എനിക്കും തോന്നി. ഫെർണാണ്ടസ് പറഞ്ഞതുപോലെ ഒരു നന്ദി വാക്ക് പറയാൻ അവൾ എത്തുമെന്ന് ഞാൻ കരുതി. ആനിയമ്മ, എൻ്റെ ആനിയമ്മ ഇപ്പോഴും എൻ്റെ എന്ന് കൂട്ടിച്ചേർത്ത് പറയാനേ കഴിയുന്നുള്ളൂ. ഞാൻ കാത്തിരുന്നു 2 ആഴ്ച. വന്നില്ലെങ്കിൽ തന്നെ പരിഭവിക്കാൻ ഞാൻ ആര്? വെറും അന്യനായി പോയില്ലേ? എനിക്ക് സങ്കടം വന്നു. ആയിടയ്ക്ക് റീത്ത അന്വേഷിച്ചു എന്തു പറ്റിയെന്ന്. എൻ്റെ മുഖം വാടുന്നതോ ഉത്സാഹം കുറയുന്നതോ കണ്ടാൽ അവൾ ഉത്കണ്ഠയാണ്. കുട്ടികളില്ലാത്തതിലുള്ള മനപ്രയാസമാണെന്ന് അവൾ ധരിക്കൂ. അതുകൊണ്ട് തന്നെ ഉത്സാഹവാനാകാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഒരു ദിവസം റീത്തയോടൊപ്പം ഷോപ്പിങ്ങിന് പോയി തിരികെ വരികയായിരുന്നു. കാറിൽ എന്നോടൊപ്പം ഇരിക്കുകയായിരുന്നു അവൾ. ആനിയമ്മയുടെ വീട് ഞാൻ കണ്ടു. ആരോ കൈയടക്കി താമസിക്കുന്ന വീട്. പിന്നെയും കുറേ കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഹൃദയത്രസിപ്പോടെ ഞാൻ കണ്ടു ആനിയമ്മ ചെറിയാൻ്റെ വീട്ടുമുറ്റത്ത്. അവൾ എന്തോ ചെയ്യുകയാണ്. മുറ്റത്ത് അടിയിൽ തുണി വിരിക്കുകയോ മറ്റോ. റീത്ത എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് അവളെ ഒന്ന് വിളിക്കാൻ വയ്യ. അന്ന് ആദ്യമായി റീത്ത ഒരു ശല്യമായി എനിക്ക് തോന്നി. കാർ മുന്നോട്ട് തന്നെ നീങ്ങി. പിന്നെ പല ദിവസവും ഞാൻ കാർ അതുവഴി വിട്ടു. അവളെ കണ്ടില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ കണ്ടു. മുക്കവലിയിൽ നിന്നും ഒരു സഞ്ചിയിൽ എന്തൊക്കെയോ വാങ്ങി വരുന്ന അവളെ. ഞാൻ സ്വയമറിയാതെ കാൽ ബ്രേക്കിൽ അമർന്നു. അവളോട് ചേർന്ന് നിന്നു. വഴിയരികിൽ കാർ നിർത്തി. ഞാൻ തല വെളിയിലേക്കിട്ടു. ആനിയമ്മേ, ഞാൻ പതിയെ വിളിച്ചു. ഒരു നിമിഷം കഴിഞ്ഞ് എന്നെ അവൾ തിരിച്ചറിഞ്ഞപ്പോൾ വല്ലാത്തൊരു നടുക്കം അവളുടെ കണ്ണുകളിൽ. എൻ്റെ ദൈവമേ എന്ന് ഭീതിയോടെ ഒരു നിലവിളിയും. അവൾ നാലുപാടും നോക്കിയിരുന്നു. കപ്പയോ മുരിങ്ങയ്ക്കയോ നീണ്ടു നിൽക്കുന്ന ഭാരമുള്ള സഞ്ചി അവൾ ആയാസത്തോടെ തൂക്കി പിടിച്ചിരുന്നു. മുഷിഞ്ഞതും പിന്നിയതുമായ ഒരു തോർത്തുമുണ്ട് മാറിലൂടെ വിതർത്തി ഇട്ടിരിക്കുന്നു. വയർ വല്ലാതെ മുറിച്ചു നിൽക്കുന്നു. ഒരു നിമിഷം ആ വയറിന്മേൽ എൻ്റെ മിഴികൾ തങ്ങിയോ? അവൾ ചൂളിപ്പോയി. ഞാൻ നോട്ടം മാറ്റി ജാളിയതോടെ. അപ്പോഴാണ് പിന്നിൽ നിന്നും നടന്നെടുത്ത ആ നരുന്തിനെ ഞാൻ കണ്ടത്. ചെമ്പിച്ച് തെല്ലി ചുരുണ്ട തലമുടിയും കണ്ണീരൊണങ്ങിയ കവിളും മൂക്കള ഒലിച്ചിറങ്ങുന്ന ചുണ്ടുകളും ഒക്കെയുള്ള ഉണക്കക്കോലം. നിക്കർ മാത്രമാണ് വേഷം. കാലുകളും കൈകളും ചുള്ളിക്കമ്പുകൾ പോലെ. ഉന്തിയ വയർ. പെൺകുട്ടിയാണ്. ഒരു പേക്കോലം. നിന്റെ കുട്ടിയാ? ഞാൻ ചോദിച്ചു. അതെ. 2 വയസ്സിലധികം പ്രായം ഉണ്ടാകാം. പക്ഷേ 1 വയസ്സ് കഴിഞ്ഞ വലിപ്പമേ ഉള്ളൂ. പൊക്കം മാത്രമുണ്ട്. കരഞ്ഞുകൊണ്ടാണ് വരുന്നതും. വന്നപാടെ അവൾ അമ്മയുടെ മുണ്ടിൻ്റെ തുമ്പിന്മേൽ പിടിച്ചു നിന്നു. കരച്ചിൽ തുടർന്നു. എന്താ നിന്റെ കുട്ടിയുടെ പേര്? അവളൊന്ന് സംശയിച്ചു നിന്നു. പേരാരിടാൻ? പേര് ആർക്ക് വേണം? ഞാൻ വിളിക്കും കുഞ്ഞുമോളേന്ന്. അതാ പേര്, അവൾ പറഞ്ഞു. എന്നിട്ട് തുടർന്നു. ജോണിച്ചാ, കാറ് വിട്ടോളൂ, നിൽക്കണ്ട. ആ മനുഷ്യനെ ജോണിച്ചൻ അറിയത്തില്ല. അയാളുടെ ചെവിയിലെത്തിയാൽ. അവളുടെ കണ്ണുകളിൽ ദീനതയും സങ്കടവും തളം കെട്ടി. എനിക്ക് സത്യത്തിൽ കരച്ചിൽ വന്നു. പട്ടുപാവാടയും പട്ടു ബ്ലൗസും ധരിച്ച് നീണ്ട ചുരുളിമയുള്ള മുടി മെടഞ്ഞിട്ട് കണ്ണുകളിൽ സ്വപ്നങ്ങളുമായി എൻ്റെ മുന്നിൽ പണ്ട് നിന്നിരുന്ന രാജകുമാരി എവിടെ? പിന്നിയ മുണ്ടും ബ്ലൗസും തോർത്തുമായി എണ്ണമയം പുരളാത്ത മുടിയുമായി എൻ്റെ മുൻപിൽ നിൽക്കുന്ന പേക്കോലം എവിടെ? പിതാവേ, നീ ഇത് കാണുന്നില്ലേ? ഞാൻ സ്വയം ചോദിച്ചുപോയി. അപ്പോഴും ഞാൻ കുറേ രൂപ പോക്കറ്റിൽ നിന്നെടുത്ത് നീട്ടി. പക്ഷെ അവളത് വാങ്ങിയില്ല. ഞാനത് ആ കുട്ടിയുടെ ദൈന്യതയുടെ നേർക്ക് നീട്ടി. അവൾ ആ കുട്ടിയെ പിന്നിലേക്ക് വലിച്ചു നീക്കി. അത് വാങ്ങിക്കാൻ സമ്മതിച്ചില്ല. വേണ്ട ജോണിച്ചാ, എനിക്ക് പണം വേണ്ട. ഈ പണം കൊണ്ട് അവസാനിക്കുന്നതല്ല എൻ്റെ സങ്കടം. അവൾ നടന്നു കഴിഞ്ഞു. ഞാൻ ആ പണം പോക്കറ്റിൽ തിരികെ കാർ വിട്ടു. ചെറിയാൻ്റെ വീട്ടിൽ ഇപ്പോൾ ആനിയും കുട്ടിയും അയാളും മാത്രമാണ് താമസം എന്ന് ഞാൻ മനസ്സിലാക്കി. മാത്രമല്ല, ഇനി എങ്ങും പോകുന്നില്ലെന്നും. അയാളുടെ അപ്പൻ എങ്ങോ ഇറങ്ങിപ്പോയി. ഒരനിയനുള്ളത് എവിടെയോ ആണ്. അയാൾ വന്നാലും ചെറിയാൻ അയാളെ വീട്ടിൽ അടുപ്പിക്കത്തില്ല. വീടും ആ പുറമ്പോക്കും അയാൾ സ്വന്തം പേരിൽ പട്ടയം എഴുതി വാങ്ങിച്ചിരുന്നു. അതിൻ്റെ അധികാരമാണ്. ഫാദർ ആൻ്റണി പുല്ലാന്തറയോടും ആനിയമ്മയുടെ സങ്കടങ്ങൾ പറഞ്ഞു. സഹായിക്കാൻ എനിക്കുള്ള സന്മനസ്സു പറഞ്ഞു. പറ്റില്ല ജോൺ, ഫാദർ പറഞ്ഞു. അവൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. ജോണിൻ്റെ പേര് പറഞ്ഞ്
മർദ്ദനം കിട്ടാത്ത ഒറ്റ ദിവസവും അവളുടെ വിവാഹജീവിതത്തിലില്ല. ജോണിൻ്റെ സഹായം ചെറിയാൻ്റെ ദേഷ്യത്തെ ബലപ്പെടുത്തുകയേയുള്ളൂ. ഞാൻ വിഷമത്തോടെ നിന്നു. ഫാദർ ഉപദേശിച്ചു, അവൾക്ക് കുടുംബമായി, അവൾ എങ്ങനെയും ജീവിക്കട്ടെ. ജോൺ അവളെ പൂർണ്ണമായും മറക്കണം. കാരണം ജോണിനുമുണ്ട് ഒരു ഭാര്യ, സ്നേഹനിധിയായ ഭാര്യ. റീത്തയ്ക്ക് യാതൊരു കാരണവശാലും സങ്കടം ഉണ്ടാകരുത്. പാവമാണ് ആ കുട്ടി. ഞാൻ എൻ്റെ മനസ്സിനെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷെ മനസ്സൊന്ന് അടങ്ങണ്ടേ. ഞാൻ മുൻപോട്ട് തന്നെ കുതിച്ചു. ആനിയമ്മയ്ക്ക് വേണ്ടി. എനിക്കിനി അവളെ കിട്ടാൻ വേണ്ടിയല്ല. അവളുടെ ഇന്നത്തെ ദയനീയാവസ്ഥയിൽ നിന്നൊന്നും കരകയറി കാണും. ചെറിയാന് ഇപ്പോഴും കൂപ്പിൽ തന്നെയാണ് പണിയെന്ന് ഞാൻ അറിഞ്ഞു. പോയാൽ പഴയതുപോലെ തന്നെ തോന്നുമ്പോഴേ വരൂ. പോയാൽ വരുന്നതുവരെ അവൾക്കും കുട്ടിക്കും പട്ടിണിയും ദുരിതവുമാണ്. പോരെങ്കിൽ അവൾ ഗർഭിണിയും. 4-5 മാസമായ ഗർഭമായിരിക്കാം അത്. ഒരിക്കൽ കാറിൽ ഞാൻ വരുമ്പോൾ വീണ്ടും അവളെ കണ്ടു. പഞ്ചായത്ത് കിണറ്റിൽ നിന്നും കോരിയ വെള്ളവുമായി, ഒരു കലം തലയിലും മൂക്കള ചാടിയ കുട്ടി എളിയലുമായി, ഉന്തിയ വയറും കൊണ്ട് വഴിയരികിലൂടെ സാവധാനം വരുന്നു. പിന്നെ ഒരു ദിവസം കണ്ടു വീട്ടുമുറ്റത്തിരുന്ന് വല്ലാതെ ചുമയ്ക്കുന്ന ആനിയമ്മയെ. ആ കാഴ്ച തന്നെ ഞാൻ പലപ്പോഴും കണ്ടു. പലപ്പോഴും ചുമയുടെ ശബ്ദം കേട്ടു. വഴിയരികിൽ ചുമച്ചും തുമ്മിയും ചീറ്റിയും നീങ്ങുന്ന 2 പേക്കോലങ്ങൾ, ആനിയമ്മയും കുട്ടിയും. കാണുന്തോറും ആ കുട്ടി വീണ്ടും മെലിയുകയായിരുന്നു. ആ കുട്ടിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അത് ചത്തുപോകുമോ? പട്ടിണിയാണ് ആ കുട്ടിയുടെ ശാപമെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ വല്ലാതെ നിസ്സഹായനായിരുന്നു ഞാൻ. ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് ഞാൻ തീരുമാനമെടുത്തു, എന്തും വരട്ടെ എന്ന്. ഞാൻ കുറേ പലഹാരങ്ങളും ബേക്കറി സാധനങ്ങളും പോഷകമൂല്യമുള്ള ടിൻ ഫുഡുകളും ഒക്കെ വാങ്ങി ഒരു പാക്കറ്റിലാക്കി. രാത്രി ഇരുട്ടാൻ കാത്തിരുന്നു. ഇരുട്ടിയപ്പോൾ ഞാൻ ആ വീടിന് സമീപത്തു നിന്നും ഒരുപാട് അകലെ എത്തി കാർ നിർത്തി. പിന്നെ ഇറങ്ങി ആ പാക്കറ്റുമായി നടന്നു. ഇരുളിൻ്റെ മറ പറ്റി ആരോരും അറിയാതെ ഞാൻ ആ വീടിൻ്റെ മുന്നിലെത്തി ശ്രദ്ധിച്ചു. ആ കുട്ടിയുടെ കരച്ചിലും ആനിയമ്മയുടെ ചുമയും മാത്രം കേൾക്കാം. അയാൾ വന്നിട്ടുണ്ടാവില്ല. ഞാൻ വേലി കടന്ന് അടുത്തെത്തി. ശ്രദ്ധിച്ചു, അയാളില്ല. ആനിയമ്മേ, ആനിയമ്മേ, ഞാൻ വിളിച്ചു. ആരാ? അവൾ മണ്ണെണ്ണ വിളക്കിൻ്റെ ഇത്തിരി വെട്ടവുമായി ചെറ്റവാതിൽ തുറന്നു. നോവൽ നാളെ തുടരും.